ഈ പാർലമെന്ററി ജനാധിപത്യത്തിൻ്റെ രീതികളും വെല്ലുവിളികളും ഒക്കെ കൃത്യമായി മോദിക്കും കൂട്ടർക്കും മനസ്സിലായൊരു ദിവസം എന്നാണ് തോന്നുന്നത്. ഇനി അങ്ങോട്ട് മനസ്സിലാകുന്ന ദിവസങ്ങളായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൃത്യമായ ഹോംവർക്ക് ചെയ്തിട്ടാണ് പ്രതിപക്ഷം രാജ്യസഭയിലായാലും ലോക്സഭയിലും എത്തിയിരിക്കുന്നത്. രാജ്യസഭയിൽ ഖാർഗെയും നല്ല രീതിയിൽ തന്നെ അതിശക്തമായ പ്രതികരണം നടത്തിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധി അടങ്ങുന്ന പ്രതിപക്ഷം നീറ്റ് വിഷയം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്, നീറ്റ് കോടിക്കണക്കിന് വിദ്യാർത്ഥികളുടെ വിഷയമാണ്, നമ്മൾക്ക് ഒരുമിച്ച് അതിനെ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്, അവർക്കൊരു ധൈര്യം കൊടുക്കേണ്ടതുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അതിൽ പ്രതികരിക്കാൻ തയ്യാറായില്ല. അടിയന്തര പ്രമേയം അനുവദിച്ചില്ല. പ്രതിപക്ഷം ആദ്യം പുറത്തേക്ക് പോകുന്നു, പിന്നീട് തിരിച്ചു വരുന്നു. അപ്പോൾ നീറ്റിൽ മാത്രമായിരിക്കും പ്രതികരിക്കുക എന്നാണ് ഭരണപക്ഷം പ്രതീക്ഷിച്ചത്. പക്ഷേ നീറ്റിൽ അങ്ങ് തുടങ്ങുകയായിരുന്നു. പിന്നെ അങ്ങോട്ട് കത്തിക്കയറുന്ന രാഹുൽ ഗാന്ധിയെ, യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയുടെയും മഹുവ മൊയ്ത്രയുടെയും ഒരു പകവീട്ടലാണ് ഇന്ന് പാർലമെൻറ്റിൽ ഉണ്ടായിരിക്കുന്നത്. മോദിയെ സംബന്ധിച്ച് മോദി മൻ കി ബാത്ത് മാത്രം നടത്തിയിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയാണല്ലോ. അപ്പോൾ പാർലമെൻറ്റിൽ അദ്ദേഹത്തിന് തോന്നുന്ന വിഷയങ്ങളിൽ നിർബന്ധിതമായ സാഹചര്യങ്ങളിൽ വല്ലപ്പോഴും വന്ന ചില പ്രസംഗങ്ങൾ നടത്തി അങ്ങ് പോവുക എന്നതിനപ്പുറം അവിടെ ഇരുന്ന് മുഴുവൻ കേൾക്കുകയും പ്രതികരിക്കേണ്ടിയും വരുന്ന ദിവസങ്ങളാണ് ഇനി അങ്ങോട്ടുള്ളതെന്ന് കൃത്യമായി ചൂണ്ടിക്കാണിക്കുകയാണ്. ഇന്നിപ്പോൾ അമിത്ഷാ ആയാലും രാജ്നാഥ് സിംഗ് ആയാലും, രാജ്നാഥ് സിംഗാണ് കുറച്ചുകൂടി അതിൽ വ്യക്തമായിട്ടുള്ള മറുപടികൾ നൽകുന്നത്. പക്ഷേ അമിത്ഷാ ആയാലും മോദിയെ സഹായിക്കാനായി എഴുന്നേൽക്കുന്ന ഒരു ഭരണപക്ഷത്തെയാണ് നമ്മൾ കണ്ടത്. മോദിക്ക് ഹിന്ദു എന്ന വിഷയം വന്നപ്പോഴാണ് പെട്ടെന്ന് ചാടിക്കേറി പ്രതികരിക്കാൻ കഴിയുന്നൊരു വിഷയം അതാണല്ലോ, പെട്ടെന്ന് പ്രതികരിക്കാൻ കഴിയുന്ന. അപ്പോൾ പഠിച്ച് പ്രതികരിക്കുന്ന രീതി നമ്മൾ കണ്ടിട്ടുള്ള അദ്ദേഹം നല്ല പ്രാസംഗികനാണ്. പക്ഷേ ചോദ്യങ്ങൾക്ക് ഉത്തരം എന്ന രീതിയിൽ പ്രതികരിക്കുകയോ ഒരു അഭിമുഖത്തിന് തയ്യാറാവുകയോ നമ്മൾ ചെയ്യുന്നത് കണ്ടിട്ടില്ലല്ലോ. ഏത് തരം അഭിമുഖങ്ങളാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ടത് എന്ന് നമുക്കറിയാം. അപ്പോൾ രാഹുൽ ഗാന്ധി നിങ്ങൾ ഹിന്ദു അല്ല എന്ന് തന്നെയാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. നിങ്ങളൊരു ഹിന്ദു അല്ല. ഹിന്ദുമതം എന്നുള്ളത് അഹിംസയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതുപോലെ ശിവൻ്റെ ചിത്രം ചൂണ്ടിക്കാണിക്കുന്നു. അത് മറ്റ് മതങ്ങളുടെ ചിത്രങ്ങളും ചിഹ്നങ്ങളും ഒക്കെ ചൂണ്ടിക്കാണിച്ചാണ് അദ്ദേഹം വിശദമായി തന്നെ അതിനോട് പ്രതികരിക്കുന്നത്. അപ്പോൾ ഹിന്ദുമതം മാത്രമല്ല, അഗ്നിവീർ വിഷയത്തിൽ ഇപ്പോൾ 1 കോടി അഗ്നിവീറുകൾക്ക് കൊടുക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ രാഹുൽ ഗാന്ധി ഈ യാത്രയിൽ കണ്ടിരിക്കുന്ന അഗ്നിവീറിൻ്റെ ഒരു കുടുംബത്തിൽ നിന്നുള്ള അനുഭവമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. അവിടെ 2 സഹോദരിമാരുണ്ടായിരുന്നു, ഒരു അമ്മയുണ്ടായിരുന്നു, സഹോദരൻ നഷ്ടപ്പെട്ട അമ്മയുണ്ടായിരുന്നു. അവർ പറഞ്ഞ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ 2 തരം സൈനികർ, ഒന്ന് അഗ്നിവീർ, ഒന്ന് ഇവർ രക്തസാക്ഷിയാകുന്നു, രാജ്യത്തിന് വേണ്ടി വീരമൃത്യു വരിക്കുന്നു, അഗ്നിവീറായി മരിക്കുന്നു. ഇതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ 2 തരത്തിൽ ഇത് തെരഞ്ഞെടുപ്പിൽ തന്നെ ഇവർക്ക് പരാജയം വലിയ തിരിച്ചടി ഉണ്ടാക്കിയ സംഭവമാണ്. 2 തരം പെൻഷൻ. അയോധ്യയുമായി ബന്ധപ്പെട്ട് അയോധ്യയിൽ മത്സരിക്കാൻ ആദ്യം ആലോചിച്ചിരുന്നു മോദി എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. അയോധ്യയിൽ പരാജയപ്പെട്ടതിനെക്കുറിച്ച് പറയുന്നു. സ്പീക്കർ, കുനിഞ്ഞു നിന്ന് മോദിക്ക് കൈ കൊടുക്കുന്ന സ്പീക്കർ, നിവർന്നു നിന്ന് രാഹുലിന് കൈ കൊടുക്കുന്ന സ്പീക്കർ, 2 ചിത്രങ്ങളും ഇപ്പോൾ വരുന്നുണ്ട്. അത് ചൂണ്ടിക്കാണിക്കുകയാണ്. ഈ കുനിഞ്ഞു നിൽക്കൽ നമ്മൾ കഴിഞ്ഞ 2 പാർലമെൻറ്റിലും കണ്ടിട്ടുള്ളതാണ്. എങ്ങനെയൊക്കെ കുനിഞ്ഞു നിന്നൊന്നും എങ്ങനെയൊക്കെ പ്രതിപക്ഷത്തെ മുഴുവൻ പുറത്താക്കിക്കൊണ്ട് പ്രധാനപ്പെട്ട ബില്ലുകൾ പാസ്സാക്കിയെടുത്തൊന്നും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇനി അങ്ങോട്ടത് സാധ്യമല്ല എന്ന ഭരണപക്ഷം ഓരോന്നും പഠിച്ച് തന്നെ മറുപടി പറയേണ്ടി വരും. ഇപ്പോൾ നോക്കൂ, ഓരോന്നിനെയും എങ്ങനെയൊക്കെ വളച്ചൊടിക്കും. നമ്മൾ മുൻപ് നടത്തിയ പ്രതികരണങ്ങളെ വളച്ചൊടിച്ചുകൊണ്ട് BJP പല ഘട്ടങ്ങളിലും പ്രസംഗിക്കാറുണ്ട്. ഇത് ഈ നിമിഷം പറഞ്ഞതിനെയാണ് വളച്ചൊടിക്കുന്നത്. ഈ നിമിഷം മുന്നിൽ പറഞ്ഞ കാര്യത്തെയാണ് ഹിന്ദുക്കളെ മുഴുവൻ അപമാനിച്ചു എന്ന്. ഹിന്ദുക്കളെ അപമാനിച്ചുകൊണ്ടല്ല രാഹുൽ അവിടെ പ്രസംഗിച്ചിട്ടുള്ളത്. അവിടെ മുഴുവൻ കേട്ടവർക്ക് അറിയാമല്ലോ. അത് തന്നെ ഇപ്പോൾ ഉണ്ണിഭാഷൻ ചൂണ്ടിക്കാണിച്ച പോലെ ഇപ്പോൾ തന്നെ അത് കട്ട് ചെയ്ത് വേണ്ട ചില ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നിർമ്മലാ സീതാരാമൻ അടക്കം പ്രചരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ രീതി അവർ തുടരുമ്പോൾ അതിൽ പ്രത്യേകിച്ച് നമുക്കൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല കേട്ടോ. ഒരു പ്രസംഗം ഇത് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞല്ലേ പറ്റൂ. അപ്പോൾ യഥാർത്ഥ പ്രതികരണം എന്താണ്, ഇതാണ് ഞാൻ പറഞ്ഞതെന്നുള്ളത് തിരിച്ച് പ്രചരിപ്പിക്കുക എന്നല്ലാതെ അതിന് വേറെ വഴിയൊന്നുമില്ല. അപ്പോൾ ഖാർഗെ ആയാലും ഇന്ന് രാജ്യസഭയിൽ അതിശക്തമായി പ്രതികരിച്ചിരിക്കുന്നു. ഇന്നിപ്പോൾ ക്രിമിനൽ നിയമം ന്യായ സംഹിത വന്ന ദിവസമാണല്ലോ. അപ്പോൾ അതിലെ കുഴപ്പങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. അതോടൊപ്പം ഈ ന്യായ സംഹിത എങ്ങനെയാണ് പാസ്സാക്കിയെടുത്തത്, 146 പ്രതിപക്ഷാംഗങ്ങളെ പുറത്താക്കിയിട്ടാണ് പാസ്സാക്കിയെടുത്തത്. അപ്പോൾ അതിനി സാധ്യമാകില്ല എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് ഖാർഗെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കൃത്യമായി പഠിച്ച് ആലോചിച്ച് പ്രതിപക്ഷം ഒരുമിച്ച് നിന്ന് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ജനങ്ങൾക്ക് വേണ്ടിയുള്ള വിഷയങ്ങളായി ചൂണ്ടിക്കാണിക്കും. ഇനി അങ്ങോട്ട് പ്രതിപക്ഷം ഇറങ്ങിപ്പോകൽ നിർത്തണമെന്നാണ് എനിക്ക് പറയാനുള്ള അഭിപ്രായം. ഇറങ്ങിപ്പോകയില്ല, അവിടെ നിന്ന് ഫൈറ്റ് ചെയ്ത് പറയാനുള്ള കാര്യങ്ങൾ പറയുക. ഇങ്ങനെ എല്ലാ ഘട്ടത്തിലും ഇനി പുറത്താക്കാൻ സ്പീക്കർക്ക് കഴിയില്ല എന്ന് വേണം. ഇന്നത്തെ ദിവസം നൽകുന്ന വലിയ ശുഭപ്രതീക്ഷ തന്നെയാണ്. Meet the editors.